നെന്മാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. 14ാം പഞ്ചവത്സര പദ്ധതി വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് വല്ലിങ്ങി ശിവക്ഷേത്ര ഹാളിൽ സെമിനാർ നടത്തിയത്. കെ ബാബു എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ട അടിസ്ഥാനപരമായ ഗ്രാമപഞ്ചായത്തുകളെയും മറ്റ് ഇതര പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തുന്ന മാതൃക ഇന്ത്യയിൽ കേരളത്തിലാണ്. അതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. 1973-74 ഭരണഘടനാ ഭേദഗതിയോടുകൂടിയാണ് ഇന്ത്യ രാജ്യത്ത് ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1995 തെരഞ്ഞെടുപ്പിന് ശേഷം 96 അധികാരത്തിൽ വന്ന അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഇ.കെ. നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 97 സെപ്റ്റംബർ മാസത്തിലാണ് ജനകീയ ആസൂത്രണ പ്രക്രിയയിലേക്ക് തുടക്കം കുറിക്കുന്നത്. ജനകീയ ആസൂത്രണ പ്രക്രിയ എന്ന് പറയുന്നത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത പ്രക്രിയയാണ്. സ്വാഭാവികമായും അന്ന് ആരംഭത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ കഴിഞ്ഞു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഓരോ ത്രിതല പഞ്ചായത്തുകളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ട വകുപ്പുകളുണ്ട്, ഉദ്യോഗസ്ഥന്മാരെ ഉന്നയിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി സുനിൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ രവീന്ദ്രൻ വിശിഷ്ടാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി എൽദോ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോട്ടത്തിൽ നാരായണൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭിത ജയൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം.ആർ. നാരായണൻ, സുഗന്ധി സുനിൽ, സൗമ്യ വിജയ്, എൻ ഗോകുൽദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു.